ചില മനുഷ്യർ നമ്മളെ വല്ലാതെ പ്രചോദിപ്പിക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചു, ടെക്നോളജിക്ക് മാറി വരില്ലേ, അപ്പോൾ റേഡിയോക്ക് ഒരു പ്രസക്തി ഇല്ലാത്ത ഒരു സമയം വരുമ്പോഴേക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? വളരെ വലിയ കരുതലാണത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കാണുന്ന സാധനം, സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഫീഡ്ബാക്ക്, ഇത് മാത്രം ബാക്കിയായാലും പീസ് റേഡിയോ എന്ന ആ വലിയ ബ്രാൻഡിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. ഒരുപാട് മനുഷ്യരുടെ വേദനകളും സങ്കടങ്ങളുമൊക്കെ തുറന്നെഴുതാനും ആരാണെന്ന് പറയാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനും കർമ്മശാസ്ത്രം തൊട്ട് കുടുംബകാര്യം വരെയുള്ളത് പകർന്നു നൽകാനും കഴിയുന്ന മഹത്തായ ഒരു സംവിധാനം. ആ സംവിധാനത്തിന് നിലനിന്ന് പോവണം, അത് കൂടുതൽ വികസിപ്പിക്കണം. പ്രത്യേകിച്ചും മനുഷ്യരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സുറൂറുൻ തുദ്ഖിലു, ഒരു വിശ്വാസിയുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന സന്തോഷം, ആ സന്തോഷം പ്രവേശിപ്പിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുണ്യമാണ് എന്നാണ്. അതുകൊണ്ട് ഈ ഫീഡ്ബാക്ക് ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കുക. ഈ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ വരുന്ന ഓരോന്നും നമുക്ക് പ്രത്യേകം പരിഗണിച്ച് ആളുകൾക്ക് ഉത്തരമുണ്ടാക്കി കൊടുക്കാൻ കഴിയും വിധമുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ പോകണം. നമ്മുടെ കിനാവുകളാണ്, സ്വപ്നങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സാക്ഷാത്കരിച്ച് തരട്ടെ. ഈ റമദാനിലെ നല്ല ദിവസങ്ങളിൽ നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്കും ജമീലിനും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള നമ്മുടെ വീഡിയോ പ്ലാറ്റ്ഫോം മീഡിയ സ്കൂൾ അടക്കമുള്ളതിനും ഒക്കെ നൽകണം. വളരെ വലിയ പദ്ധതികളുമായി നമുക്ക് മുന്നോട്ട് പോകണം. വലിയ സാമ്പത്തിക ബാധ്യതകളുള്ള ഒരു നേരത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ കൊച്ചു തുകകൾ നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്കറിയുന്നവരോടൊക്കെ പറയാം, അവരൊക്കെ നൽകട്ടെ. പിന്നെ നിങ്ങളിനി ഇതൊന്നും ഒരു രൂപയും തരാൻ കഴിയാത്തവരാണെങ്കിൽ ഒരു പ്രശ്നമല്ല, നന്നായി പ്രാർത്ഥിക്കുക, അതോടൊപ്പം നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുക, അതോടൊപ്പം പീസ് റേഡിയോ നിരന്തരം കേൾക്കുക. കൊച്ചു പ്രശ്നങ്ങൾ പോലും ഫീഡ്ബാക്ക് വഴി അറിയിച്ച് ഇതിനെങ്ങനെ സേഫാക്കി നിർത്തുന്ന ഒരു ടീം വർക്കിൽ നിങ്ങൾ ഉണ്ടായാൽ മതി. സാധിക്കുന്നവരൊക്കെ സാമ്പത്തിക അയക്കാൻ പീസ് റേഡിയോ ഡൊണേറ്റ് ബട്ടൺ യൂസ് ചെയ്യാം. താഴെ ഈ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിക്കാം. ഏതായാലും എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും.